മുമ്പിൽ. ആ ഉണ്ടായിരുന്നു, ചാടാൻ നിൽക്കുന്ന കുതിര. ആ ഇപ്പൊ പിടികിട്ടി. ഇവന്റെ മാജിക്കുകൾ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡാനി, നാളെ ഇവനെയും കുട്ടി നോക്കാം പുഴക്കര വരെ പോയാലോ? നീ വരാവോ? പേടിക്കണ്ടടാ, ഞാനില്ലേ. വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും. പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫാൻഡത്തിന്റെ ഇടി പോലെ ഇരിക്കും. കറക്റ്റ്. പിന്നെ ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനുവങ്കലിനോട് പറയാൻ, അല്ലേ? അതെ. നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ? ഇല്ല, സത്യമായിട്ട്. വാതിൽ തുറക്കാൻ. എടാ, ഡാഡി ആയിരുന്നോ? എന്താടാ, ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്ങോ? ഈ പാതിരാത്രിക്കോ? അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യ എന്ത് പറഞ്ഞു? വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്. ആരുടെ കാര്യമാ പറയുന്നേ? വേതാളത്തിന്റെ. വേതാളം? വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ? അങ്കിളെ, കഥ. ആ, കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ. ഹലോ ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സാർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. சரி சார். இன்னும் ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ഒരു ചിന്ന തപ്പ് നടന്നു പച്ചി. ഞാൻ പിടിച്ചിട്ടാ നാളേക്ക്. ഹലോ 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 ഹലോ. எவனோ ஒரு மடர் ராஸ்கல் நடுவுல போந்து டிஸ்டர்ப் பண்றான். எவனோ ஒருத்தன். ஹலோ, இது ஞானானு. എന്ത് പറ്റിയതാ? സാർ, எனக்கு ஒரு சின்ன சந்தேகம். நம்ம பேசுறது எவனோ நடுவுல ஒட்டு கேட்கறான்னு நினைக்கிறேன் நான். ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. മിസ്റ്റർ മനു, പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും നീ എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവോർമ്മയുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവിടാ? ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും. നമുക്ക് കാണാം. ആളെ അറിയാൻ, പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രസ്ഥാനേ. എന്റെ സ്വഭാവം മാറും, ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഫാൻഡത്തിന് ഇടി പോലെ അല്ല, നിനക്കറിയാമല്ലോ. എന്താടോ ഒരു കള്ളലക്ഷണം? വാ. എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാനാ? എന്ത് പടം? ആനയുടെ. ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ. എവിടെ? ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. സോറി സോറി.
നേതാവ്. ഇവൻ തന്നെ ആള്. വേറെ രണ്ടുപേരും കൂടി ഉണ്ട്. അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ, ഇനി ഒന്നും ആലോചിക്കണ്ട. ആളിവൻ തന്നെയാ. അതേന്നെ. നിനക്ക് വഴി അറിയോ? പുഴയുടെ അടുത്തുവരെ പോകാൻ എനിക്ക് വഴി അറിയാം. അവിടെ നിന്ന് അങ്ങോട്ടാ ഒരു പിടിയില്ലാത്തത്. വള്ളത്തേക്കര അവരങ്ങ് പോയി. ഡാനി, ഡാനി, കഥ തുറക്കടാ. ഡാനി, എന്താണ് അകത്ത് പരിപാടി? ഒന്നുമില്ല. എന്താടാ? എവിടെ നീ വരച്ച ആന? അമ്പലത്തിലാ. അമ്പലത്തിലോ? എന്തിന്? ആരാട്ടിന് പോയി. എടാ, ഇവിടെ എന്തോ കള്ളത്തര നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം. നിന്നോട് കൂടെ പറഞ്ഞ. ഈ ഉമാൻഡിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്? ഉമേ, ഉമേ, എന്താ ഏട്ടാ? ആരാ വന്ന നോക്കിയേ? ആ, ഞാനാടൂ. ആ, ഇതെന്താ രാവിലെ ക്രിക്കറ്റ് ബാറ്റും ഒക്കെ ഇട്ട്? ഇതാർക്കാ? ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ. രാവുണ്ണിയങ്ങൾ വലിയ എക്സ്പേർട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബാറ്റും ബോളും കൊണ്ട് തരാത്തത്? ഇനി പരാതിയില്ലല്ലോ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ? ആ പിള്ളേരെ ഇംഗ്ലീഷ്. അവന്റെ മുഖം കണ്ടില്ലേ? അസല് കള്ളന്റെ മുഖം തന്നെ. ആളുകളെ കൊല്ലുന്നവനാ. ഞാനൊരു കാര്യം പറയാം. ഏതായാലും ആ പുഴക്കര വരെ ഒന്ന് പോവാം. വഴി നിനക്കറിയാമല്ലോ. അറിയാം. ഡാനി, ഡാനി, എടാ ഡാനി, കഥ തുറക്കടാ. ഡാനി, മാറടാ. എന്താടാ? ഇതിനകത്ത് ഞാൻ കാലത്തോടെ ശ്രദ്ധിക്കുക. എല്ലാത്തിനെയും മുഖത്തൊരു കള്ള ലക്ഷണം. ഓരോന്നിന്റെ മോന്ത കണ്ടില്ലേ? ആറാട്ടിന് പോയ ആന തിരിച്ചു വന്നോടാ. ദേ, ടൗണിയേട്ടൻ വിളിക്കുന്നു. ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാരാ ഇത്? അവ എനിക്കറിയില്ല. ഇക്രു വരച്ചതാ. ആ, ഇതാരായി വന്നേ? എന്താ അവിടെ നിൽക്കുന്നത്? വാ വന്നേ, വാ. മോനിങ് വന്നേ. വാടാ. കരണ്ട കരണ്ട. ഇത് കണ്ടോ ബാറ്റും ബോളും? വാ. ഒന്നാന്തര ഫോറിൻ ബാറ്റാ, അസൽ ഇംഗ്ലീഷ്. 4 പേർക്ക് ഓരോന്ന്. മോളെ, ഇതൊന്നും എടുത്തു കൊടുക്കും. ഇഷ്ടപ്പെട്ടോ? ആ, ഇതാരാ വരച്ചത്? പിന്നെ എന്തിനാ നീ വരച്ചേ? കണ്ടിട്ട് നല്ല മുഖപരിചയുണ്ട്. എന്നാ ഞാനും ഒന്ന് കാണട്ടെ. വിക്രമോന്റെ ചിത്രകല. മനു പറഞ്ഞത് ശരിയാ. ഞാനും ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. കൊച്ചുകുട്ടിയാണെങ്കിൽ ഇക്രു നന്നായി വരയ്ക്കുന്നുണ്ട്.
സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് കന്യാകുമാരി വരെ പോയി ഒരു പാർട്ടിയെ കാണണം. കുറച്ച് കാശിന്റെ കാര്യത്തിനാ. മനു വരുന്നോ? അയ്യോ, ഞാനെന്തിനാ വരുന്നത്? ചേട്ടൻ ഞായറാഴ്ച കളിക്കാൻ പറ്റും. പിന്നെ എങ്ങോട്ടാടാ? എങ്ങോട്ടുമില്ല. ഇന്നത്തെ കളി വീട്ടിനകത്ത് മതി. അതിന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ, അതാ നല്ലത്. എന്താ തേങ്ങ ചിരണ്ടാണോ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ? ഞാൻ വിചാരിച്ച് കറിക്കരിയാണെന്ന്. കാതരെ കാതരെ വന്നേ. ഇത് കൊള്ളാമല്ലോ. ഇനിയിപ്പോ നിക്കറിടേണ്ട ആവശ്യമില്ലല്ലോ. ആഹാ, കൊള്ളാമല്ലോ. എങ്ങനെയുണ്ട്? പിന്നെ നന്നായിട്ടുണ്ട്. കരഞ്ഞു. ഒരു രക്ഷയുമില്ല. 2 വാതിലും കാവൽ. വാഴക്കലാൻഡി, അടുക്കല്ല ഭൂതം. ഇനി എന്ത് ചെയ്യും? ഞാനേ അടുക്കള ചെന്നൊരു പണി ഒപ്പിക്കാം. ഉമ്മേന്റെ ഓടി അടുക്കളയിലേക്ക് വരും. ആ സമയം കൊണ്ട് നിങ്ങൾ 4 പേരും ഉമ്മറവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോളണം. അതെന്ത് പണി? അതൊക്കെ ഉണ്ടടാ. ഫാൻഡത്തിനാണോ പണിയില്ലാത്തത്? ആരാത്? ഈ പണ്ടാരം പൊട്ടിയില്ലെങ്കിലോ? ഈശോ മറിയ ഔസേപ്പേ. ചെക്കൻ എവിടെയാണോ? ചേട്ടൻ ഇന്നെ കൊല്ലും.